ജെഎസ്എസ് നേതാവ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലെത്തി. സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആദ്യമായാണ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലെത്തിയത്. വിവരങ്ങളുമായി അമീൻ ചേരുന്നു. അമീൻ, എപ്പോഴാണ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലെത്തിയത്? നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കാണോ എ.കെ.ജി സെന്ററിലേക്ക് എത്തിയിട്ടുള്ളത്? ജെഎസ്എസ് നേതാവ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു. സിപിഎമ്മിൽ നിന്ന് പുറത്താക്കിയ ശേഷം ആദ്യമായാണ് ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലേക്ക് എത്തിയിട്ടുള്ളത്. നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിൽ എത്തിയിരിക്കുന്നതെന്നാണ് സൂചന. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അൽ അമീനുണ്ട്. അമീൻ, എപ്പോഴാണ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നത്? 2 പതിറ്റാണ്ട് നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിന്റെ പടി കയറുന്നത്. നിയമസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കാണോ എത്തിയിരിക്കുന്നത്? അഞ്ജിത, തീർച്ചയായിട്ടും 22 വർഷത്തിന് ശേഷമാണ് ഗൗരിയമ്മ എ.കെ.ജി സെന്ററിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റ് ചർച്ചകൾക്കും ഒപ്പം LDFിലെ പ്രവേശനം സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചർച്ചകളും തന്നെയാണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ഘടകം. 4 സീറ്റുകൾ JSS ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ. ഏതായിരുന്നാലും ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിനു ശേഷം LDFുമായി വിട്ടുകഴിയുകയായിരുന്നു. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പോടു കൂടിയാണ് വീണ്ടും ഇടതുപാളയത്തിലേക്ക് അടുക്കാൻ തുടങ്ങിയത് ഗൗരിയമ്മ. ഇതിനിടയ്ക്ക് LDFിലേക്ക് ലയിക്കുമെന്ന ചർച്ചകളും അത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നിരുന്നുവെങ്കിലും പാർട്ടിയുടെ സ്വത്ത് പ്രശ്നം സംബന്ധിച്ച് തർക്കം മൂലം വീണ്ടും അതൊരു അടഞ്ഞ അധ്യായമായി മാറുകയായിരുന്നു. ഏതായിരുന്നാലും ആഗതമായിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഗൗരിയമ്മ വീണ്ടും ഇടതു മുന്നണിയിലേക്ക് വരുന്നതിന്റെ സൂചനകൾ തന്നെയാണ്. അത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ച തന്നെയാണ് ഇപ്പോൾ എ.കെ.ജി സെന്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, പൊളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്നിവരും സാന്നിധ്യത്തിലാണ് ഗൗരിയമ്മ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് 4 സീറ്റുകൾ വേണമെന്നൊരു ആവശ്യം ഗൗരിയമ്മ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കെ.ആർ. ഗൌരിയമ്മ എ.കെ.ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിച്ചേക്കും. വിവരങ്ങളാണ് അൽ അമീൻ തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. ഇനിയൊരു ഇടവേള.